So, welcome back to Usha's Kuti Logam. So, പാർട്ട് 6 ആണേ. അപ്പോൾ നമ്മൾ ഫെൽറ്റിൻ പൗച്ച് എന്താണെന്നുള്ളത് ഒരു ഫെൽറ്റ് ബേസ് ചെയ്തിട്ടുള്ളതും പിന്നെ ഒരു നോട്ട്ബുക്കും സോർട്ട് ചെയ്യണതാണ്. അപ്പോൾ ഇതാണ് ഫെൽറ്റ് പൗച്ച്. ഞാൻ തുണി അതൊരു ഷീറ്റ് പോലെയാണ് ആൻഡ് അത് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ വെൽക്രോ ഞാൻ വെച്ചിട്ട് ചെയ്തു. പിന്നെ വേറൊന്ന് ഞാൻ സെയിം അതേ ഒരു തുണി ആ ഒരു ഷീറ്റ് എടുത്തിട്ട് അതിനെ ഫോൾഡ് ചെയ്തിട്ട് സൈഡിൽ സ്റ്റിച്ച് ചെയ്തു. ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്നാണ് പറയാൻ തോന്നുന്നു അതിന്. അത് ചെയ്തു. അതുപോലെ തന്നെ വേറെ ഒരു ഫുൾ ഷീറ്റ് എടുത്തിട്ട് എങ്ങനെ ചെയ്താൽ നല്ലതാണോ എന്നുള്ളത് നോക്കി. അപ്പോൾ അതിങ്ങനെയാണ് ചെയ്തത്. ഫുൾ ഷീറ്റ് റെഡ് തന്നെ എടുത്തത്. ആൻഡ് ദെൻ ഞാൻ അതിന് മുത്തൊക്കെ വെച്ച് ഞാൻ ആഡ് ചെയ്തു. സോ ഇറ്റ്സ് ലൈക്ക് എ ഡിഫറെൻറ്റ് വേർഷൻ ഓഫ് പൗച്ചസ്. ആൻഡ് ഇതായിരിക്കും മിക്കവാറും ഞാൻ ഫോളോ ചെയ്യുക. ഞാൻ ഒരു എന്താ പറയുക കാര്യം വേണ്ടി. ആൻഡ് ദിസ് ഈസ് ദ പോസ്റ്റർ. അത് കഴിഞ്ഞ് ഞാൻ നോട്ട്ബുക്ക് സോർട്ട് ചെയ്യായിരുന്നു. ആൻഡ് സോ ലെറ്റ്സ് ജംപ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ഹലോ ഓൾ, വെൽക്കം ടു ഉഷാസ് കുട്ടി ലോകം. ഇന്ന് ഞാനിപ്പോൾ നോട്ട്ബുക്സാണ് ഞാൻ സോർട്ട് ചെയ്തത്. ദിസ് ഈസ് ലൈക്ക് ദ പാർട്ട് 6 ഓഫ് ദ സ്റ്റോൾ പെപ്പിംഗ്. ആൻഡ് ഇതൊക്കെയാണ് ബുക്സ് ഞാൻ വയ്ക്കാം എന്ന് വിചാരിച്ചത്. സോ ഇറ്റ്സ് ലൈക്ക് ദീസ് ആർ ദ കൈൻഡ് ഓഫ് റേഞ്ചസ്. ആൻഡ് ദിസ് ഇസ് ലൈക്ക് എ പെഗ് സ്റ്റാൻഡ്. ആ പെഗ് സ്റ്റാൻഡ് നല്ല എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു പെഗ് സ്റ്റാൻഡാണ്. സോ ദർ ആർ ബുക്സ് ആൻഡ് ഓഫ്കോഴ്സ് A4 സൈസിൻ്റെ നമ്മുടെ ദേവി ബുക്കുണ്ട്, പിന്നെ ക്യൂരിയസ് പ്രിൻസും ഉണ്ട്, ആൻഡ് ഓപ്പനോ ഉണ്ട്. അത് ഇതൊരു സ്റ്റാൻഡാണ്, നല്ലൊരു സ്റ്റാൻഡാണ്. അപ്പം ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത് ഞാൻ സ്ക്രൂ ചെയ്യാൻ ചെയ്തിരുന്നില്ല, അപ്പോൾ സ്ക്രൂ ചെയ്ത് വെച്ചായിരുന്നു. ആൻഡ് ഇതൊരു ഓണത്തിൻ്റെ ഒരു ബേസ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്. ആൻഡ് ദിസ് ഇസ് ലൈക്ക് ഹാൻഡ് ഡ്രോൺ ഒരു ബുക്കാണ്. അതൊരു ഡിഫറെൻറ്റ് റേഞ്ച് ഓഫ് ബുക്സാണ്. ഇത് ശരിക്കും പറയുക ഒരു ബ്ലാങ്ക് പേജാണ്, ബാക്കിയെല്ലാം റൂൾഡാണ്. ഇതും അതേ ബ്ലാങ്ക് ആണ്. നമ്മുടെ ഒരു എന്താ പറയുക പെയിൻറ്റിങ് ബേസ് ചെയ്തിട്ട് അക്രിലിക് പെയിൻറ്റിങ് ഞാൻ ചെയ്തായിരുന്നു. ആൻഡ് ഐ ഹാവ് പോസ്റ്റഡ് ഓൾസോ ഇൻ ദ ബ്ലോഗ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. സോ വൺ ബൈ വൺ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചു. ഫസ്റ്റ് കമ്മിങ് ഫ്രം ദ സ്റ്റേപ്പിൾഡ് നോട്ട്ബുക്ക്. ഇതൊരു എന്താ പറയുക മാംഗോ തീമായിട്ടുള്ള ഒരു പ്ലെയിൻ പേജസ് ആണിത്. ഇത് 80 ഷീറ്റ്സ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ റേഞ്ചിൽ വരുന്നത് വി ലവ് എന്ന് പറഞ്ഞ ഒരു തീമാണത്. ഇത് രണ്ടും ഒരു തീമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ സിമിലർ വന്നത്. ഓറഞ്ചും ഉണ്ട്, ബ്ലൂവും ഉണ്ട്. ആൻഡ് ദിസ് ഇസ് ബ്ലൂ ബ്യൂട്ടി ലവ്ലി ഓറഞ്ച്, അങ്ങനെയാണ് അതിനെ പേരിട്ടേക്കണത്. ദിസ് ഈസ് ഓൾസോ സ്റ്റേപ്പിൾ. ആൻഡ് ദിസ് ഇസ് ദി 72 നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് ചെയ്തൊരു ബുക്കാണ്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നായിരുന്നു. ദിസ് ഈസ് ലൈക്ക് ഡോട്ട് പോലത്തെ ഒരു ബുക്കാണ്. ഡോട്ട്സ് ആയിട്ട് നമുക്ക് സാധാരണ നമ്മളിപ്പോൾ ജിയോമെട്രി വരയ്ക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ വരയ്ക്കണ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയൊരു ബുക്കാണിത്. സോ ദിസ് ഇസ് ഓൾസോ അഗെയിൻ എ ഡിഫറെൻറ്റ് പേജ്. ആക്ച്വലി ഇൻസൈഡ് പേജ് ഡിഫറെൻ്റ് ആണ്. ആൻഡ് ദിസ് ഇസ് ഓൾസോ സ്റ്റേപ്പിൾഡ്. ഇത് രണ്ടും അതേ സ്റ്റേപ്പിൾഡ് ആണ്. അത് ഞാൻ തുളസി ബേസ് ചെയ്തിട്ടുള്ളൊരു തീമാണ്. അങ്ങനെ ഒരു ഹീലിംഗ് വന്ന രീതിയിൽ. ആൻഡ് ദിസ് ഇസ് അനദർ പെയിൻറ്റിങ്. ഇതൊക്കെ ഞാൻ ഇലസ്ട്രേഷൻ പ്രൊക്രിയേറ്റിൽ ചെയ്താൽ ചിലത് മാത്രമേ പെയിൻറ്റിങ് ആയിട്ട് ചെയ്തിട്ടുള്ളൂ. ഇതൊക്കെ വൺ ഓഫ് ദി പെയിൻറ്റിങ്സ് ആണ്. അക്ലറിക് പെയിൻറ്റിങ് തന്നെ ഞാനത് ബുക്ക് കവറാക്കി വെച്ചു. And this is all price ranges around, this is like 299, and the one which I showed you, this is like 300. Okay, സ്പൈറലൊക്കെ വന്നത്. പിന്നെ ഇതൊരു സ്പേസ് അഡ്വെഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പേസിലേക്ക് പോണ ഒരു ഇങ്ങനത്തെ ഒരു ബുക്കാണിത്. ദിസ് വാസ് ഡ്യൂറിങ് ദി ഇസ്രോ കൈൻഡ് ഓഫ് തിങ്സ്. അത് നിക്ഷേപണം ചെയ്യുക അങ്ങനത്തെ ഒരു. അപ്പോൾ ശരിക്കും പറയുക സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇഷ്ടമാവും ഈ ശരിക്കും പറയുക ഈ നോട്ട്ബുക്ക്. ദിസ് ഇസ് ലൈക്ക് എ ടെമ്പിൾ ആർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ഞാൻ ചെയ്തതാണ്. ആൻഡ് അതിനെ തീമാക്കിയിട്ടുള്ളൊരു ഇതാണ്. ദിസ് ഈസ് ലൈക്ക് എക്സ്പ്ലോർ വിത്ത് മീ. അതൊരു കുട്ടി ഇതിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാണ്. ആൻഡ് ഇൻസൈഡ് ദർ ഇസ് എ ട്രഷർ ഹണ്ട് കൈൻഡ് ഓഫ് എ തിങ്. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ നല്ലതാണ് ഈ നോട്ട്ബുക്ക്. ദിസ് ഈസ് ഓൾ ഇൻ A5 സൈസ്.
ഇത് കേരളപ്പിറവി ഓണാശംസകളല്ല, ശരിക്കും ഇത് കേരളപ്പിറവിക്ക് ചെയ്തൊരു എഡീഷനാണ്. ആൻഡ് ഇറ്റ്സ് വെരി ക്യൂട്ട് ആക്ച്വലി. ഒരു സദ്യ കഴിക്കുന്നതാണ്, ലാസ്റ്റ് സദ്യ നല്ലതാണ്, സൂപ്പർ സദ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കഥകളി വേഷം തന്നെ പറയണം. ആക്ച്വലി ദാറ്റ് ഈസ് അവർ ക്യൂരിയസ് പ്രിൻസ്. ഇഫ് യു റെക്കഗ്നൈസ് ദിസ് എനിവെയർ ഇൻ മൈ ദിസ് തിങ്. ഇതൊരു അഡ്വെഞ്ചർ തീമായിട്ടുള്ള ഒരു ബുക്കാണ്. ആൻഡ് ഇറ്റ് ഹാസ് എ കോട്ട് ബിഹൈൻഡ്. Adventures are the best way to learn. Okay, so travel with Usha's Cage. Space അങ്ങനെ ഇങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്ത് ഞാൻ ചെയ്ത ഒരു ആർപ്പോ എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ്. അത് ചെണ്ടയുടെ ആദ്യത്തെ ഒരു റിതമിക് പാറ്റേൺ എന്താണെന്നുള്ളത്. അപ്പം അതിന് ഒരു 37 ബീറ്റ്സ് ഉണ്ട്. ആ ബീറ്റ്സ് എങ്ങനെയാണ് ചെയ്യണതും അതിൻ്റെ ആ താളം, ഒരു താളം ഉണ്ടല്ലോ, ഋതം. അപ്പം അതാണ് ഇതിലുള്ളത് ആർപ്പും. ദിസ് ഇസ് ലൈക്ക് ഗായത്രി മന്ത്രം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഓം ഭൂർഭുവസ്വതത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ബുക്കാണ്. ദിസ് ഐ ഹാവ് ഷോൺ ബിഫോർ. അച്ചപ്പം സ്റ്റോറി. ഇറ്റ്സ് എ സ്പെഷ്യൽ യുണീക് നറേറ്റീവ് കൈൻഡ് ഓഫ് ബുക്ക്. യമ്മി അച്ചപ്പം, ഐ എം ടേക്കിംഗ് വൺ എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ്. ആൻഡ് ദെൻ ഹി ടുക്ക്. സോ സംബഡി ഈസ് ടെല്ലിങ് ആരാ അത് എടുത്തേ എന്നുള്ളത്. അപ്പം അങ്ങനെ ആ ഒരു ദിസ് ഇസ് ലൈക്ക് എ സ്റ്റോറി ബേസ്ഡ് നോട്ട് ബുക്ക് ആക്ച്വലി. ആൻഡ് ദിസ് ഇസ് കർഗ. നമ്മുടെ ഗണേശന് ഗണപതിക്കൊക്കെ കർഗയല്ലേ കൊടുക്കുക. അപ്പം ഇത് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് കർഗ ഗണേശ നോട്ട്ബുക്കാണ്. സോ ഇറ്റ്സ് ലൈക്ക് അബൌട്ട് information about what is Kariga and how to worship, like why, what is the importance ഒക്കെ അതിൽ കാണിക്കുന്നുണ്ട്. ഇത് സെറ്റുമുണ്ടിനെ തീം എടുത്തിട്ടാണ് ചെയ്തേക്കണത്. ഇതൊക്കെ സെറ്റുമുണ്ട് ഡിസൈൻ പോലെയാണ്. ദിസ് ഇസ് ലൈക്ക് എ പൈനാപ്പിൾ തീം നോട്ട്ബുക്കാണ്. ദിസ് ഇസ് എഗെയിൻ കൗണ്ട് ദ സ്റ്റാർസ്. ഒരു കൗണ്ട് സ്റ്റാറൊക്കെ കൗണ്ട് ചെയ്തിട്ട് ബാക്കിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. യു ഹാവ് ടു ഗെസ് വിച്ച് ഹൗ മെനി സ്റ്റാർസ് ആർ ദെയർ. Actually, you have to count all the stars, not just the star that you see here, back or there. You have to count. അങ്ങനെ ഒരു ഇൻട്രാക്റ്റീവ് സെഷനുള്ള ഒരു നോട്ട്ബുക്കാണിത്. പിന്നെ നമ്മുടെ മലയാളം മാംഗോ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. പിന്നെ ലവ് ബേസ് ചെയ്തിട്ടുള്ള ഒരു നോട്ട്ബുക്ക് ആണിത്. നമ്മുടെ കുംഭമേളനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കുംഭിവേറിനെ അതാക്കിയിട്ട് നമ്മൾ മാഗംഗ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുംഭമേള ബേസ് ചെയ്തിട്ടുള്ള നോട്ട്ബുക്കാണിത്. കമ്മിങ് ടു ഹിയർ ദിസ് പെക് റാക്ക്. അത് കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. ആൻഡ് ദിസ് ഇസ് ലൈക്ക് പെർഫെക്റ്റ് ഫിറ്റ്. ഞാൻ പണ്ട് പെർഫെക്റ്റ് ഫിറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള. പിന്നെ ആട്ടക്കഥ നോട്ട്ബുക്ക്. പിന്നെ വള്ളംകളി. നമ്മുടെ ഇത് ആറന്മുള വള്ളം കളിയൊക്കെ നടക്കില്ലേ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഈ പെർഫെക്റ്റ് ഫിറ്റ്, അത് പോണതാണ്. അതൊരു യുണീക്കായ ഒരു കാര്യമാണ്. പിന്നെ ആർക്കും അത് കണ്ടുല്ലോ. അത് കഴിഞ്ഞ് പിന്നെ മ്യൂറൽ ഡിസൈൻ ബേസ് ചെയ്തിട്ടുള്ള നോട്ട്ബുക്കാണ്. ദെൻ ഓം ബേസ് ചെയ്തിട്ടുള്ള ഒരു നോട്ട്ബുക്കാണ്. ഓം സർവേഷാം സുസ്ഥിർ ഭവതു സർവേഷാം പൂർണ്ണം ഭവതു. ഇത് ആ മന്ത്രത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ആക്ച്വലി ദിസ് ഇസ് ലൈക്ക് പെർഫെക്റ്റ് ബൗണ്ട് എന്ന് പറഞ്ഞാൽ ഗ്ലൂ ചെയ്തിട്ട് അതിനെ ത്രെഡ് വെച്ചിട്ട് സൈഡിൽ ത്രെഡാണ്. ഈ നോർമൽ നമ്മൾ ബുക്സൊക്കെ കിട്ടില്ലേ, സ്പൈറൽ അല്ലാത്തത്, അതാണ് ഇത്. അപ്പം അതൊരു ചെറിയ ബുക്കാണ്. ആൻഡ് ഇറ്റ്സ് വെരി ക്യൂട്ട് ആക്ച്വലി. മന്ത്രമൊക്കെ എഴുതാം. ഓക്കെ. ആൻഡ് ദെൻ അഗെയിൻ ലോകാ സമസ്താ സുഖിനോ ഭവന്തു അത് ഉണ്ട്. പിന്നെ ഒരു ടെമ്പിൾ ഡിസൈൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബുക്ക്, അതാണ് ഇത്. ദിസ് ഇസ് ലൈക്ക് ടെമ്പിൾ ഡിസൈൻ ബേസ്ഡ് ആണ്. പിന്നെ ഗണേശ തീമായിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്. ദാറ്റ് ഈസ് അഗെയിൻ ഇൻ വൈറ്റ് ആണത്. ആൻഡ് ദെൻ വി ഹാവ് ശിവനെ ബേസ് ചെയ്തിട്ടുള്ള, ശിവശക്തി ബേസ് ചെയ്തിട്ടുള്ള ഒരു നോട്ട്ബുക്ക് കൂടി ഉണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ദേവി ഞാനിത് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. പിന്നെ ക്യൂരിയസ് പ്രിൻസ്, ഹോപ്പനോപ്പനോ എന്ന് പറഞ്ഞാൽ ഒരു ഹവായൻ റെയർ ടെക്നിക്കാണ്. അത് ഇറ്റ്സ് ലൈക്ക് എ ഹീലിംഗ് ടെക്നിക്ക്. ആൻഡ് ദെൻ വി കം ടു ഹിയർ. ഇത് ഓണത്തിൻ്റെ ഇതാണ്. ഓക്കെ. സോ ഇത്രയാണ് ബുക്സ് നമ്മൾ സെല് ചെയ്യാം എന്ന് വിചാരിച്ചത്. ആൻഡ് സോ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ആൻഡ് do consider coming to the stall if you're coming for Amma's birthday. And until next time, thank you for joining me into this
കുട്ടി നോട്ട്ബുക്ക് സ്റ്റോൾ prepping പാർട്ട് 6 വീഡിയോ. സോ അത്രയാണ് ഈ വീഡിയോ. താങ്ക് യു ഫോർ ജോയിനിങ് മീ ഇൻ ടു ദിസ് കുട്ടി വീഡിയോ. ആൻഡ് നെക്സ്റ്റ് ഞാൻ ഫെൽറ്റ് പൗച്ചിനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും അധികം ഉണ്ടാവുക. സോ സ്റ്റേ ട്യൂൺഡ്.